സഹമന്ത്രി സുരേഷ് ഗോപി പറശ്ശിനിക്കടവിലും മാടായിക്കാവിലും സന്ദർശനം നടത്തി. മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ കല്യാശ്ശേരിയിലെ വസതിയും സന്ദർശിച്ച ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലും മാടായിക്കാവിലും മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ വസതിയിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തി. കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം ആദ്യത്തെ സന്ദർശനമാണിത്. ഇന്ന് ഉച്ചയോടെയാണ് പറശ്ശിനിക്കടവിലെത്തിയത്. ക്ഷേത്രം ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു. ക്ഷേത്ര ദർശനത്തിന് ശേഷം കഴകപ്പുരയിലെത്തി മടപ്പുര കുടുംബാംഗങ്ങളെ കണ്ട ശേഷം ട്രസ്റ്റി ഓഫീസിലെത്തിയാണ് മടങ്ങിയത്. രാവിലെ മാടായിക്കാവിലും സന്ദർശനം നടത്തിയിരുന്നു. 15 മിനിറ്റോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ചു. നൂറുകണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയത്. തുടർന്ന് നായനാരുടെ കല്യാശ്ശേരിയിലെ വസതി സന്ദർശിച്ച സുരേഷ് ഗോപി നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറുമായി ഏറെ നേരം സൗഹൃദ സംഭാഷണം നടത്തി. രാഷ്ട്രീയത്തിനപ്പുറം സുരേഷ് ഗോപിയുമായി വ്യക്തിപരമായ ബന്ധമാണുള്ളതെന്നും തന്നെ കാണാൻ വന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും നായനാരുടെ ഭാര്യ പറഞ്ഞു. നമ്മുടെ നായനാർ സഖാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആയാലും വരും, അന്വേഷിക്കും. പിന്നെ പല പ്രാവശ്യം അങ്ങനെ ക്ലിഫ് ഹൗസിൽ വന്നിട്ടുണ്ട് എന്നെ കാണാൻ വേണ്ടി. അപ്പോൾ ഇത് രാഷ്ട്രീയമല്ല കേട്ടോ, നിങ്ങളത് വിചാരിക്കണം. രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു വ്യക്തിബന്ധമായത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു വ്യക്തിബന്ധം. അതാണ് സുരേഷ് ഗോപിയായിട്ട്. മറ്റു ഞങ്ങൾക്ക് സുരേഷ് ഗോപിക്ക് സഖാവിൻ്റെ ഭരണം ഇഷ്ടമായിരുന്നു. ആ കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല മുഖ്യമന്ത്രിമാരും വന്ന് പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ആയിട്ടും അടുത്തൊന്നും ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ സഖാവിന് അച്ഛൻ്റെ ഭരണം ഇപ്പോൾ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നു. കൂടുതൽ സമയം ശാരദ ടീച്ചറോടൊപ്പം ചെലവഴിച്ചാണ് മടങ്ങിയത്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്ന സുരേഷ് ഗോപി ഇന്ന് കണ്ണൂരിലേക്ക് തന്നെ മടങ്ങും. ന്യൂസ് ബ്യൂറോ, പറശ്ശിനിക്കടവ്.